അതായത് നമ്മളുടെയൊക്കെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ സ്റ്റാറ്റസുകൾ. ഒരുവിധം മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ഇതിനെ അപലപിച്ചെങ്കിലും ഒരു മെസ്സേജ് ഇടും. തീവ്രവാദത്തിനെ പറ്റിയിട്ടോ മൗദൂദികളെ പറ്റിയിട്ടോ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയോ ഭീകരരെന്ന് പോലും അവരെ വിളിച്ച് സംബോധന ചെയ്യാതെയെങ്കിലും ദിസ് വിൽ ഹോണ്ട് us ഫോർ എവർ എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും ചിലർ മെസ്സേജ് ഇടുന്നുണ്ട്. ചില കമ്മ്യൂണിസ്റ്റുകളൊക്കെ. പക്ഷേ ചില കമ്മ്യൂണിസ്റ്റുകൾ, അതായത് മൗദൂദി കമ്മ്യൂണിസ്റ്റുകൾ എന്ന് വിളിക്കാൻ തുടങ്ങിയവരെ, അന്തം കമ്മികൾ എന്നൊക്കെ ഈ സോഷ്യൽ മീഡിയ ലാംഗ്വേജ് പറയുമെങ്കിലും മൗദൂദി കമ്മ്യൂണിസ്റ്റുകൾ എന്ന് അവരെ വിളിക്കാം. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗദൂദികളുടെയും ഈ പറയുന്ന മൗലികവാദികളുടെയൊക്കെ പ്രശ്നം താങ്ങുന്നവരാണ്. അങ്ങനെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവർക്ക് ഇതിൽ പ്രതികരിക്കാൻ തന്നെ മടിയാണ്. അവരുടെ സ്റ്റാറ്റസാണ് ഞാൻ ഇന്നലെ എടുത്തു. ദേശസ്നേഹികളായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ സ്റ്റാറ്റസ് അല്ല ഞാൻ നോക്കിയത്, അവരുടെ സ്റ്റാറ്റസാണ്. അവരെന്താ പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ചില ലീഗുകാർ വരെ കൂട്ടത്തിലുണ്ട്. അവർക്കൊന്നും പൊള്ളുന്നില്ല എന്നുള്ളതാണ് ഈ വലിയ വിഷമം തോന്നി. എന്തുകൊണ്ടാണ് മനുഷ്യർ ഇങ്ങനെയാകുന്നത്? ഒരു സഹാനുഭൂതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. അതെ, ഉത്തരേന്ത്യയിലേക്ക് നോക്കിയിരിക്കുന്നവര് ഉത്തരേന്ത്യയുടെ കുറച്ചുകൂടെ ഉയരത്തിൽ ഏറ്റവും മനോഹരമായ ആ ഭൂമിയിൽ എന്താ നടന്നതെന്ന് ഒന്ന് ചിന്തിക്കാനുള്ള കെൽപ്പ് പോലും ഇല്ലാത്ത അത്രയ്ക്ക് മതത്തിന് അടിമപ്പെട്ട് വെറും അടിമകളായി മാറിയ ആൾക്കാർ. പിന്നെ കുറേ പേരുണ്ട് നിഷ്പക്ഷരാണ്, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും പറയില്ല, എനിക്ക് ചിലരെയൊക്കെ വെറുപ്പിക്കാൻ പേടിയാണ് എന്നുള്ളവർ. അവരോട് പറയാനുള്ള ഹിന്ദിയിലൊരു സെൻറ്റൻസ് ഉണ്ട്, അഭി ജിസ്കാ ഖൂൻ ന ഖോല ഖൂൻ നഹി വോ പാനി ഹേ ജോ ദേശ് കെ കാം ന ആയേ വോ ബേക്കാർ ജവാനി ഹേ. ഇനിയും ഉണർന്നിട്ടില്ലാത്ത രക്തം അത് രക്തമല്ല, വെള്ളമാണ്. രാജ്യത്തിന് വേണ്ടി ഉണരാത്ത യൗവനം അത് പാഴാണ്. രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ യുവത്വം ഉണർന്നിട്ടില്ലെങ്കിൽ അത് പാഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 22, 23 വയസ്സുള്ള യുവാക്കൾ സൈന്യത്തിൽ ചേർന്ന് ഓഫീസർമാരായി ജീവത്യാഗം ചെയ്തിരിക്കുന്നു.